ഹോർമുസ് വളരെ നിർണായകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കാമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. മിസൈൽ ഏത് നിമിഷവും തൊടുത്തുവിടുമെന്ന് ഇറാൻ പറയുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ അമേരിക്ക കടന്നു പോകുന്നത്. എന്തായാലും ലോകത്തിന്റെ ഇന്ധനമൊഴുകുന്ന ഞരമ്പ് മുറിയുമോ? പശ്ചിമേഷ്യൻ മണ്ണിൽ പുകയുന്ന യുദ്ധക്കനൽ ഇപ്പോൾ ആഴക്കടലിലെ മൈൻ വേട്ടയിലേക്ക് വഴിമാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏറ്റവും വലിയ നിർണായകപരമായിട്ടുള്ള സമുദ്ര വ്യാപാര പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ മൈൻ വിരുദ്ധ സൈനിക പ്രവർത്തനങ്ങൾക്ക് പച്ചക്കൊടി കാട്ടുമ്പോൾ അത് കേവലം ഒരു പടയൊരുക്കം മാത്രമല്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കാവുന്ന ഒരു വൻ സ്ഫോടനത്തിന്റെ മുന്നോടിയാണോ എന്ന ഭീതിയിലാണ് ലോകം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാന്റെ കടൽ തന്ത്രത്തിലെ ഭീതിജനക ആയുധങ്ങളായിട്ട് വിലയിരുത്തപ്പെടുന്ന മഹാം 3യും മഹാം 7യും എന്ന നാവിക മൈനുകളുടെ പേരുകൾ ലോക വിപണികളെയും സൈനിക ആസ്ഥാനങ്ങളെയും ഒരേപോലെ ഞെട്ടിക്കുന്നത്. നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ അമേരിക്ക നേരിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തും സംഭവിക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് ഈ പറയുന്നത് പോലെ ഇറാന്റെ മുന്നറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി അവർക്കൊരു മുന്നറിയിപ്പില്ല, അവസാനത്തെ മുന്നറിയിപ്പും കഴിഞ്ഞു. ഇനി ആക്രമണത്തിലേക്ക് കടക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്താണ് ഈ പറയുന്നത് പോലെ മഹാം 3യും മഹാം 7യും എന്നുള്ള നാവിക മൈനുകളുടെ പേരുകൾ ഇന്ന് ഒരേപോലെ ലോകത്തെ ഞെട്ടിക്കുന്നത്. എന്തായാലും കടലിന്റെ ആഴങ്ങളിൽ നിശബ്ദമായിട്ട് പതിയിരിക്കുന്ന ഈ ഒരു സ്ഫോടക വലകൾ ഒരു ബട്ടൺ അമർത്തിയാൽ പ്രവർത്തിക്കുന്ന ആയുധങ്ങളല്ല, മറിച്ച് ശബ്ദവും കാന്തിക ചലനവും കപ്പലുകളുടെ സാന്നിധ്യവും തിരിച്ചറിഞ്ഞ് ആക്രമിക്കാൻ ശേഷിയുള്ള മാരക കുടുക്കുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവയെ വെറും ഒരു മൈനുകൾ എന്നതിലപ്പുറം ലോകത്തെ വ്യാപാരത്തെ മുട്ടുകുത്തിക്കാൻ കഴിയുന്ന അദൃശ്യ സമുദ്ര ആയുധങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കരയിൽ മാത്രമല്ല ഈ കടലിലും അദൃശ്യമായിട്ടുള്ള സമുദ്ര ആയുധങ്ങൾ ഇറാന്റെ പക്കലുണ്ട്. അപ്പോൾ ഇറാന്റെ കരുത്ത് എത്രത്തോളമാണ് എന്നുള്ളത് അമേരിക്കയ്ക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി. ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്ത് പ്രവർത്തിപ്പിക്കുന്ന രീതിയിലേക്ക് ഇറാൻ മാറും. ഇനി വെറും ഒരു സൈനിക നീക്കം എന്നതിന് അപ്പുറം രാജ്യങ്ങളെ മുട്ടുകുത്തിക്കാൻ ശേഷിയുള്ള ഇറാന്റെ തന്ത്രങ്ങൾക്കെതിരെ അമേരിക്ക നടത്തുന്ന അവസാന പരക്കം പാച്ചലിൽ കൂടിയാണ് ഈ ഒരു വിഭാഗം നിരീക്ഷകർ ഇതിനെ കാണുന്നത്. ആഗോള സമ്പദ് ഭദ്രതയുടെ താക്കോൽ കൈവശമുള്ള ഇറാന്റെ അടുത്ത നീക്കം എന്തെന്നതും പേർഷ്യൻ കടലിലെ ഈ ഒരു പടയൊരുക്കം ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നുമാണ് ഇന്ന് ലോകം വീക്ഷിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വൻതോതിലുള്ള എണ്ണയും വാതകവും ഈ ഒരു ഇടുങ്ങിയ പാത വഴിയാണ് ലോകം വിപണിയിലേക്ക് എത്തുന്നത്. അതിനാൽ ഈ ഗതാഗതം തടസ്സപ്പെടുന്നത് എണ്ണവില ഉയരാനും ചരക്ക് ഗതാഗതം തകരാനും ആഗോള വിപണിയിൽ അനിശ്ചിതത്വം വർദ്ധിക്കാനും കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് ഹോർമുസിൽ ഉണ്ടാകുന്ന ഓരോ സൈനിക നീക്കവും ലോകം അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത്. ഇനി റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ വലിയ യുദ്ധക്കപ്പലുകൾക്ക് പകരം ചെറിയ ഒരു ഉപരിതല ബോട്ടുകൾ ഉപയോഗിച്ചാണ് മൈനുകൾ വിന്യസിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വേഗത്തിൽ നീങ്ങാനും കണ്ടെത്താൻ ബുദ്ധിമുട്ടാകാനും കഴിയുന്ന ഈ ബോട്ടുകൾ ഉപയോഗിച്ച് കടലിടുക്കിലെ നിർണായക ഭാഗങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചതായിട്ട് കരുതുന്നു. എത്ര മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമല്ല എങ്കിലും ഡസൻ കണക്കിന് മൈനുകൾ ഉണ്ടായിരിക്കാമെന്ന സൂചനകളുമുണ്ട്. ഈ ഒരു അനിശ്ചിതത്വം തന്നെയാണ് പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഇനി ഇറാൻ ഉപയോഗിച്ചതായിട്ട് കരുതുന്ന മൈനുകളിൽ മഹാം 3, മഹാം 7 എന്നീ ആധുനിക മോഡലുകൾ ഉൾപ്പെടുന്നുണ്ട്. മഹാം 3 നങ്കുരമിട്ട് വെള്ളത്തിനടിയിൽ നിലനിൽക്കുന്ന മൈനാണ്. വലിയ കപ്പലുകൾ അടുത്തെത്തുമ്പോൾ പ്രവർത്തിക്കാനാണ് ഈ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് അങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തായാലും മഹാം 7 സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സ്ഥാപിക്കുന്ന രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഇവ സാധാരണ സ്പർശന മൈനുകൾ മാത്രമല്ല, കപ്പലുകളുടെ ശബ്ദം, കാന്തിക വ്യതിയാനം, ജലത്തിലെ ചലനം എന്നിവ തിരിച്ചറിയുന്ന സെൻസറുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു സെൻസർ ആണ് ഇതിന്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഇനി അതിനാൽ കണ്ടെത്താനും നിർവീര്യമാക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു മൈനറുകളെ കണ്ടെത്താൻ ഉള്ള ഒരു കാര്യമാണ് പറയുന്നത്. അത് അങ്ങനെ എത്ര പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നതല്ല, കാരണം അത് സെൻസറിൽ പ്രവർത്തിക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ അതിനെ നിർവീര്യമാക്കാൻ വന്നാൽ അത് പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകും, അദൃശ്യമാകുന്ന ഒരു രീതിയിലേക്കാണ് അതിന്റെ ഒരു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്തായാലും അമേരിക്കയ്ക്ക് മൈനുകൾ നീക്കം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിലും അത് എളുപ്പമാവുമോ, വേഗത്തിലോ നടക്കുന്ന ഒരു പ്രക്രിയ ആയിട്ടല്ല ഇറാൻ
അതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇനി പഴയ രീതിയിലുള്ള മൈ സ്വീപ്പർ കപ്പലുകൾക്ക് പകരം ആളില്ലാ സംവിധാനങ്ങളാണ് ഇപ്പോൾ മുൻഗണന ഇറാൻ കൊടുക്കുന്നത്. വെള്ളത്തിനടിയിൽ പ്രവർത്തിക്കുന്ന ഡ്രോണുകൾ, അതിവേഗ ആളില്ലാ ബോട്ടുകൾ, ഹെലികോപ്റ്ററുകളിൽ നിന്ന് വിന്യസിക്കുന്ന സോണാർ സംവിധാനം എന്നിവ ഉപയോഗിച്ച് ആദ്യം മൈനുകളുടെ സ്ഥാനം കണ്ടെത്തുകയും തുടർന്ന് സുരക്ഷിതമായിട്ട് നശിപ്പിക്കുകയുമാണ് ലക്ഷ്യം. എന്നാൽ ഇടുങ്ങിയ കടലിടുക്കിൽ ഇത് നടപ്പാക്കുന്നത് അതീവ അപകട സാധ്യത നിറഞ്ഞതാണ്. കാരണം മൈൻ നീക്കം ചെയ്യൽ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അമേരിക്കൻ കപ്പലുകളും വിമാനങ്ങളും ഇറാന്റെ തീരപ്രദേശങ്ങൾക്ക് സമീപം പ്രവർത്തിക്കേണ്ടി വരും. അത്തരം സാഹചര്യത്തിൽ മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം, അതിവേഗ ബോട്ടുകളുടെ ഇടിച്ചുകയറ്റം തുടങ്ങിയ ഭീഷണികൾ നിലനിൽക്കും. അതിനാൽ മൈൻ നീക്കം ചെയ്യൽ സാങ്കേതിക ദൗത്യം എന്നതിലുപരി നേരിട്ടുള്ള ഒരു യുദ്ധ സാഹചര്യമായിട്ട് മാറാനും സാധ്യതയുണ്ട്. ഇനി റിപ്പോർട്ടുകൾ പ്രകാരം ചില അമേരിക്കൻ ഡിസ്ട്രോയറുകൾ ഇതിനായിട്ട് സജ്ജമാക്കുന്നുണ്ട് എന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. ഇറാന്റെ കാഴ്ചപ്പാടിൽ നാവിക മൈനുകൾ വില കുറഞ്ഞതാണെങ്കിലും അതിവിപുലമായിട്ടുള്ള തന്ത്രശക്തിയുള്ള ആയുധമാണത്. ഒരു ചെറിയ എണ്ണം മൈനുകൾ പോലും കടലിടുക്കിലൂടെ പോകുന്ന വലിയ ചരക്ക് കപ്പലുകളെ ഭീതിയിലാക്കാൻ മതിയാകും. എല്ലാം പൊട്ടിത്തെറിക്കണമെന്നില്ല, പക്ഷേ അവ ഉണ്ടെന്ന സംശയം മാത്രം പോലും കപ്പൽ ഗതാഗതം മന്ദഗതിയിലാക്കും. കാരണം ഇൻഷുറൻസ് ചെലവ് ഉയരും, ചരക്ക് നീക്കം വൈകും, എണ്ണവില ഉയരും. അങ്ങനെ വളരെ ചെറിയ നിക്ഷേപം കൊണ്ട് ആഗോള വിപണിയിൽ വൻ സമ്മർദ്ദം സൃഷ്ടിക്കാനുള്ള ശേഷിയാണ് മൈനുകൾക്കുള്ളത്. ഇനി നിയമപരമായിട്ടുള്ള വശവും ഇവിടെ സങ്കീർണമാണ്. അന്താരാഷ്ട്ര നിയമപ്രകാരം ആഗോള ഗതാഗതത്തിന് നിർണായകമായിട്ടുള്ള കടലിടുക്കുകൾ തടയുന്നത് പൊതുവെ അംഗീകരിക്കപ്പെടുന്നില്ല. എന്നാൽ കടലിടുക്കിന്റെ ചില ഭാഗങ്ങൾ സ്വന്തം പ്രാദേശിക ജലപരിധിയാണെന്ന് ഇറാൻ വാദിക്കുന്നുണ്ട്. ഇതോടെ സമുദ്ര നിയമവും സൈനിക അവകാശവാദങ്ങളും തമ്മിലുള്ള തർക്കം വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഇന്ന് കേവലം ഒരു ജലപാതയല്ല, മറിച്ച് ലോകരാജ്യങ്ങളുടെ വിധി നിശ്ചയിക്കുന്ന ഒരു ടൈം ബോംബാണ്. എന്തായാലും അമേരിക്ക തന്റെ സർവ്വ സന്നാഹങ്ങളുമായിട്ട് മൈൻ വേട്ടയ്ക്ക് ഇറങ്ങുമ്പോഴും അവരെ കാത്തിരിക്കുന്നത് കടലിനടിയിലെ സ്ഫോടക വസ്തുക്കൾ മാത്രമല്ല, ഇറാന്റെ അപ്രവചനീയമായിട്ടുള്ള തന്ത്രങ്ങൾ കൂടിയാണ്. ഇനി ഇറാൻ മറ്റൊരു കാര്യം ഇതിനു മുമ്പും അമേരിക്ക ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തയും കേട്ടിട്ടില്ലാത്തയും ചിന്തിച്ചിട്ടില്ലാത്ത പോലും കാര്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്, അത്രയധികം ഈ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഞങ്ങളുടെ പക്കലുണ്ട്, അതൊരു പക്ഷെ ഞങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇതിനു മുമ്പ് ഇറാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇറാന്റെ പക്കൽ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അവർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇനി എന്തൊക്കെയായിരിക്കാം അതിലുള്ളത് എന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുകയാണ്. പക്ഷെ അമേരിക്കയ്ക്ക് അതിലൊരു ഭീതിയുമുണ്ട്. എന്തായാലും ഈ മൈനുകളുടെ ഓരോ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ആ മൈനുകൾ നീക്കം ചെയ്യാൻ അമേരിക്ക എടുക്കുന്ന സമയം ആഗോള വിപണിയിൽ എണ്ണവിലയെ ആകാശത്തോളം എത്തിക്കും. അതായത് അമേരിക്കയുടെ ഓരോ നീക്കവും ലോകത്തിന്റെ സാമ്പത്തികത്തിലേക്കുന്ന പ്രഹരമാകും. കാരണം ഹോർമുസ് വഴിയാണ് ലോകത്തിന്റെ വലിയൊരു വിഹിതം ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും സഞ്ചരിക്കുന്നത്. ഇനി ഇവിടെ പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ അതിന് വലിയ പ്രതിസന്ധിയാകും. ഇനി ഈ ഇടുങ്ങിയ കടൽപാതയിൽ ഒരു ദിവസത്തെ തടസ്സം പോലും അന്താരാഷ്ട്ര വിപണികളെ കുലുക്കാൻ മതിയാകും. കപ്പലുകൾ വൈകിയാൽ ഇൻഷുറൻസ് ചെലവ് ഉയരും, ചരക്ക് നീക്കം മന്ദഗതിയിലാകും. അതിന്റെ തിരിച്ചടി ലോകമെമ്പാടുള്ള പെട്രോൾ പമ്പുകളിലും സാധാരണ ജനജീവിതത്തിലും, അതായത് ദൈനംദിന ജീവിതത്തിലെല്ലാം പ്രതിഫലിക്കും. മിഡിൽ ഈസ്റ്റിലെ ഒരു മൈൻ പൊട്ടിയാലും അതിന്റെ ശബ്ദം യൂറോപ്പിലെ വിപണികളിലും ഏഷ്യയിലെ ഫാക്ടറികളിലും കേൾക്കേണ്ടി വരും. ഇനി മുന്നിലുള്ള ചോദ്യം ഹോർമുസ് തുറക്കുമോ എന്നതിലുപരി ലോകം എത്ര വില കൊടുത്താണ് അത് തുറക്കുക എന്നതാണ്. ഒരു തെറ്റായ നീക്കം വലിയ യുദ്ധത്തിന് വഴിവെക്കാം. ഒരു വൈകിയ തീരുമാനം സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായേക്കാം. അതിനാൽ ഒരു ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നത് കപ്പലുകൾ മാത്രമല്ല, ലോകത്തിന്റെ ഭാവിയും ഈ വിപണികളുടെ വിശ്വാസവും കൂടിയാണ്. അതായത് കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതമാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. കാരണം ആ ഒരു ദൈനംദിന ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ് അവിടെ. ആ ഒരു രീതിയിലുള്ള സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കോടിക്കണക്കിന് ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകും. നമുക്ക് വാണിജ്യം അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ മാത്രമല്ല കേട്ടോ, ഈ മരുന്നുകളെയും ഭക്ഷണങ്ങളെയും ആശ്രയിക്കുന്ന മറ്റു പല രാജ്യങ്ങളുണ്ട്. അപ്പൊ ഈ ചരക്ക് കപ്പൽ എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങൾ ഈ മരുന്നിനെയും ഭക്ഷണത്തെ ആശ്രയിക്കുന്നവരൊക്കെ ആ ഒരു ചരക്ക് കപ്പൽ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അതും ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ കടലിടുക്ക് തന്നെ പൂർണ്ണമായിട്ട് ഒരു പ്രശ്നത്തിലേക്കോ അല്ലെങ്കിൽ വലിയൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പട്ടിണി വരും. അതുപോലെ തന്നെ ഈ പറയുന്ന സാമ്പത്തിക നഷ്ടം വരും. സാമ്പത്തിക നഷ്ടമൊക്കെ പിന്നീടാണ്, പക്ഷെ പട്ടിണിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം ഈ ഫുഡിനെയും അല്ലെങ്കിൽ മരുന്നിനെയും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാക്കും. അപ്പൊ ആ തിരിച്ചടിയിലേക്ക് കൊണ്ടുപോകുന്നത് അമേരിക്കയാണ്. എന്തായാലും അമേരിക്ക ഒരു നയതന്ത്രപരമായിട്ട് അതിനെ നിയന്ത്രിച്ച് അതിൽ നിന്ന് പിന്മാറിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് കടക്കും.